ഹായ് ഗൈസ്. ഞാനിങ്ങനെ എത്രയെന്നും പറഞ്ഞ റൂമിലിങ്ങനെ ഇരിക്കുന്ന അങ്ങനെ കഴിഞ്ഞ ദിവസം ഞാൻ ഇവിടെ അബുദാബി തന്നെ ഉള്ള ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയി. എനിക്കങ്ങ് ചിക്കൻ തിന്നോളാ വയ്യ, കൊതി മൂത്താണ് പോകുന്നത്. അങ്ങനെ പോയി ചെന്ന് എല്ലാവരും പറഞ്ഞു ഫ്രഷ് ചിക്കൻ ഇവിടെ ഭയങ്കര കുറച്ച് റേറ്റ് കൂടുതലാണ്, അതുകൊണ്ട് അല്ലാണ്ടുള്ളത് കാണുമ്പോൾ ഞാനവിടെ ചെന്ന് ഒരു ഹിന്ദി പറയുന്ന ഒരു ചേട്ടൻ്റെ അടുത്തൊക്കെ തപ്പിപ്പിടിച്ച് അവിടെ ഇരുന്നിട്ട് 6 രൂപയുടെ ചിക്കൻ. അപ്പം ഞാൻ ആലോചിച്ച് 6 എന്ന് പറയുമ്പോഴത്തേക്ക് വലിയ തരക്കേടില്ലാത്ത പൈസയാണല്ലോ, എടുക്കാം. എടുത്തു. മല്ലിയില വേണം, മല്ലിയില മസ്റ്റ് ചിക്കൻ കറിയിൽ മല്ലിയില മേടിച്ചു. ഞാൻ നോക്കിയപ്പോൾ ഒരു ഫിലിപ്പീനി വന്നിട്ട് മല്ലിയില കടിച്ച് മുമ്പിൽ കടിച്ച് തിന്നണുണ്ട്. ഞാൻ വിളിച്ച് കൊള്ളാം. കണ്ട ആ ഒരു നമ്മളവിടുത്തെ ചുക്കി മലയാളി ആൾക്കുള്ളൂ, ഇവിടുത്തെ മലയാളിക്ക് നല്ല ഗ്രാൻഡ്. അങ്ങനെ അതൊക്കെ മേടിച്ചിട്ട് വന്ന് അങ്ങനെ ഞാൻ ഈ ചിക്കൻ കൊണ്ടുവന്ന് കറിയൊക്കെ ഉണ്ടാക്കിയിട്ട് ഒരു ഗുണവും ഇല്ല. ഞാൻ റൂംമേറ്റിനൊക്കെ കൊടുത്ത് അതിൽ ആ ഒരു മല്ലിയിലേൻ്റെ ഒരു ഗുണവും ഇല്ല. എന്നിട്ട് ഞാൻ എൻ്റെ അമ്മേനടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, അമ്മ നാട്ടിലെ ചിക്കനായിരുന്നു അമ്മ അടിപൊളി, ഇവിടെ എല്ല് മാത്രമേ ഉള്ളൂ, ബാക്കി കൊള്ളത്തില്ല, മല്ലിയിലയ്ക്ക് ഒരു ടേസ്റ്റും ഇല്ല, ഒരു ഭംഗിയേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെട്ട് എന്നാലും തിന്ന് എല്ല് കറി തിന്ന് ഞാൻ. എന്നിട്ടാണ് എൻ്റെ റൂമിലെ ചേച്ചി ഭയങ്കര ചിരി. ഗൈസ്, ഞാൻ ആ മേടിച്ചുകൊണ്ടുവന്ന ചിക്കൻ ഷവർമ്മയ്ക്ക് മാംസം എല്ലാം പോയിട്ട് ബാക്കി കുറച്ച് എല്ലുണ്ടായിരുന്നു. ആ എല്ലാണ് ഞാൻ 6 ദിറംസിന് മേടിച്ചുകൊണ്ട് വന്ന് അതിൽ ഉരുളക്കിഴങ്ങ്, കുറേ ഉള്ളി, അത് ഇത് തൈരൊക്കെ ചേർത്ത് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയ എല്ല് കറിയായിരുന്നു. ചിക്കൻ അതേപോലെ മേടിച്ചുകൊണ്ട് വന്ന എല്ലായിരുന്നു. അങ്ങനെ അത് പോട്ടെ. മല്ലിയില മല്ലിയില ഇവിടുത്തെ അറബിമാർ തിന്നുന്ന എന്തോ സലാഡിലിടുന്ന ഒരു പച്ചലയായിരുന്നത്. കണ്ട മല്ലിയിലയിലെ ചേച്ചി പോലെ ഇരിക്കും. അങ്ങനെ അത് ഫ്ലോപ്പായി. അയ്യോ. അങ്ങനെ ആദ്യത്തെ ഷോപ്പിംഗ് ഇതായിരുന്നു.